ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ കൊക്കുകൾ ചേർത്തു. മനുഷ്യന് നാണമില്ലേ? നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെതിരെ കേസ്. അയാളെ ഞാൻ കോടതി കയറ്റും. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? KPCCയിൽ കോൺഗ്രസിന്റെ UDF MLA-മാരുടെ യോഗമായിരുന്നു. നിർണായകമായ ചർച്ചകളും യോഗമായിരുന്നു. വലിയ നാണക്കേടായിപ്പോയി. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തൊലിയുരിയും കൈയും പെരുത്തു വരും. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണി, നിനക്ക് ഓർമ്മ? അവരെ സ്വീകരിക്കുന്നതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ് എല്ലാവരുമായും സൗഹൃദം പങ്കിടുന്നു, വരുന്ന എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നു. അത്തരത്തിലാണ് ഈ പറഞ്ഞ കൊല്ലം നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ അത്തരത്തിൽ ആലിംഗനം ചെയ്യുമ്പോൾ അവരങ്ങനെ വിസമ്മതിക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത് പൊതുസമൂഹത്തിൽ സ്ത്രീകളോട് എങ്ങനെ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി പെരുമാറണം എന്ന് കാണിച്ചു തരികയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? തീർന്നില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നടപടിയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. വന്ന ഉടനെ ഇയാള് കെട്ടിയിട്ടങ്ങ് പിടിക്കാൻ ശ്രമിച്ചില്ലേ? പറഞ്ഞത് ഉടക്കല്ലേ നീ വലിയ ശീലാവധിയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ ഈ ഒരു ഇത് ബിന്ദു കൃഷ്ണ അതിൽ നിന്ന് വിസമ്മതിച്ച് മാറുന്നത് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. അവര് കുതറി മാറാൻ ശ്രമിച്ചിട്ടും വീണ്ടും ബലം പ്രയോഗിക്കുകയാണ്. അത്രയ്ക്ക് അങ്ങ് അടക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാനൊരു വികാര ജീവിയാണ്. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ തോന്നിപ്പിക്കണം. സന്തോഷ പ്രകടനം ഒരു ആലിംഗനത്തിലൂടെ മാത്രമേ പൂർത്തിയാക്കാൻ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന് സാധിക്കൂ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ആണും പെണ്ണും അല്ലെ, പെണ്ണും ആണും തമ്മിൽ കണ്ട ഉടനെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടുപേരുടെ മനസ്സിൽ ഒരുപോലെ ഒരു വൈകാരികത ഉണ്ടാവുമ്പോഴാ. ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും കയ്യിൽ പിടിക്കുക, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. ഇതങ്ങോട്ട് എന്ന് പിടിച്ചു വാങ്ങിക്കുകയാണ്. ഇയാളുടെ ആരാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്ത് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ? എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. അയാള് കൈകൊണ്ട് പിടിച്ചിട്ട് തല കൊണ്ടാണ് ആയുന്നത്, തലയും കൊണ്ടാണ് ചെല്ലുന്നത്. ഉമ്മ കൊടുക്കാനാണ് അയാൾ തുനിയുന്നത്. കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ തല്ലി പിടിക്കും. പിന്നെ അവൻ ജീവിതത്തിൽ ആരും ഉമ്മ വെക്കില്ല. സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ആരും എതിർക്കാതിരുന്നത് കൊണ്ടൊക്കെയാണ് ഇയാൾ കാണുന്നിടത്തെല്ലാം കെട്ടിപ്പിടിക്കാൻ വേണ്ടി അങ്ങ് കെട്ടും പൊട്ടിച്ചു പോയത്. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കുമ്പോൾ അയാള് ചമ്മിപ്പോയി. അയാള് ഉമ്മ കൊടുക്കാൻ ചെന്നിട്ട്, ആലിംഗനം ചെയ്യാൻ ചെന്നിട്ട് കിട്ടിയില്ല, നടന്നില്ല എന്നത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്. പക്ഷെ ഒന്നും കൂടെ ചിന്തിച്ചാ കാണിച്ചത് പോക്കൃത്തരല്ലേ എന്ന പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്. കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തല ചുണ്ടത്ത് മൊത്തം തരും, ഒരു കൃഷ്ണ തുളസിപ്പൂ നുള്ളി മുടിത്തുമ്പിൽ ചാത്തി തരും.